അത് ഞങ്ങൾ പോവാണ് ഗൈസ്. അതിനു വേണ്ടി കാലത്ത് അതല്ല വെളുപ്പിന് തന്നെ ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ ട്രാവലർ വരുന്നുണ്ട്. ഇന്നത്തെ ട്രിപ്പ് വാഗമണിലേക്കാണ് കേട്ടോ. വാഗമണിലെ പാക്കേജാണ് എടുത്തേക്കണത്. അപ്പോൾ കുറേ സ്ഥലങ്ങൾ അവിടെ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയെ പറയാം. അടിപൊളി പാക്കേജായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 4 മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങി ട്രാവലർ ഞങ്ങളുടെ റോഡിൽ കൂടെയാണ് പാസ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പം ഞങ്ങൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ. നമ്മുടെ ഇത് പാക്കേജ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് അവർ നമുക്ക് ഭക്ഷണമൊക്കെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഹോട്ടലൊക്കെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. പാക്കേജ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് മസാല ദോശ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം. അപ്പോൾ ഞങ്ങളെല്ലാവരും മസാല ദോശയും വന്ദന പൂരിയാണ് പറഞ്ഞത്. അപ്പോൾ വന്ദനയുടെ പൂരി നമുക്ക് എടുക്കണ്ടേ? സൂപ്പറാണ്. എനിക്കൊന്നും കിട്ടിയില്ലേടി. പറയാണ്ടിരിക്കാൻ പറ്റില്ല. അടിപൊളി മസാല ദോശയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നിയെങ്കിലും ഇനി നമുക്ക് ഒരുപാട് യാത്രകളുള്ളതുകൊണ്ട് കുറേശ്ശെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൂരിയും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് നോക്കി. അങ്ങനെ ഞങ്ങൾ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും ഒരു എനർജി കിട്ടുന്നില്ല. അപ്പോൾ ഇനി അല്പം ഡാൻസ് ആവാം. ഗായ്സ്, നമ്മളിപ്പോ പോകാൻ പോകുന്നത് വാഗമണിലേക്കാണ്. വാഗമൺ പോകുന്ന വഴിക്കുള്ള കുന്നും മലയും വീടുകൾ. വീട് ഗായ്സ്, ഇവിടെയൊക്കെ വീടുകളുണ്ട് ഗായ്സ്. നല്ല നല്ല കടകളുണ്ട്. പെട്ടിക്കടയുണ്ട്. വെള്ളിക്കുളം നമ്മളിപ്പോ വന്നിരിക്കുന്നത് എവിടെയാണ് അറിയില്ല ഗായ്സ്. അങ്ങനെ ഞങ്ങൾ വാഗമണിലെ ആദ്യത്തെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. കുരിശുമലയിലാണ് എത്തിയിരിക്കണത് കേട്ടോ. കുരിശുമല ശരിക്കും കാണാൻ അത്ര വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു മല കയറിയിട്ട് അതിൻ്റെ മുകളിൽ പള്ളിയൊക്കെ ഉണ്ട്. അങ്ങനെ മല കയറാൻ പോകുന്നവർക്കൊക്കെ പോവാം. ക്രിസ്ത്യാനികൾക്കൊക്കെ നല്ലതായിരിക്കും കേട്ടോ ചിലപ്പോൾ. അങ്ങനെ ഞങ്ങൾ മല കയറിപ്പോയി തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങളുടെ എനർജിയും കഴിയും, സമയവും കഴിയും. അപ്പോൾ വേറൊരു സ്ഥലത്തും പോകാൻ പറ്റില്ല. ഞങ്ങൾ മലയൊന്നും കയറിയില്ല. അതിൻ്റെ തൊട്ടടുത്തൊരു ഇങ്ങനെ കുറേ സ്റ്റെപ്പുകൾ കയറിയിട്ട് ഒരു യേശുവിൻ്റെ രൂപമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കയറി ഇങ്ങനെ കുറേ വീഡിയോസും റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു തണവ് വരുമല്ലോ. ഓൾറെഡി അവിടെ തണവ് ഉണ്ടല്ലോ. അപ്പം നല്ല കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ക്ലൈമറ്റ്. ഇവര് പറയണ എന്തിട്ടോ സാധനം. അവിടെ മലയുടെ മുകളിൽ ആൾക്കാർ കയറി പോകണമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോകാൻ പോയൊന്നുമില്ല. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. പിന്നെ അവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. കുറേ ചോക്ലേറ്റ്സും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതേ വണ്ടിയുടെ മുമ്പിൽ കുറേ റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും ഒന്നും നടന്നൊന്നുമില്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ കുറേ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തു. നല്ല പൊരി വെയിലത്താണ്. പിന്നെ തണവായതുകൊണ്ട് ആ ഫീൽ ഉണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾക്ക് ആ റീൽസ് എടുക്കാണ്ട് പോകാനുള്ള ഒരു വിഷമം. അപ്പോൾ അങ്ങനെ കുറച്ച് ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ നേരെ ഇനി വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോവാല്ലേ. നമുക്കിതൊക്കെ വാങ്ങിക്കണ്ടേ? എല്ലാ കടകളിലും കയറി ഇറങ്ങി വില ചോദിച്ചു പോവാം. അതാണല്ലോ നമ്മുടെ പ്രധാന ഹോബി. കാവ്യമോൾ നമ്മളെ അന്വേഷിച്ച് നിൽക്കുന്നു.
കവി പോൾ വേണമെന്നുണ്ട്. ക്രിസ്മസിന്റെ ചെലവാ, ക്രിസ്മസിന്റെ ചെലവൊന്നും വേണ്ട. ക്രിസ്മസ് ആവട്ടെ. ഇതാ എത്രയത്? 200. ആ നല്ല നല്ല ബാഗ് 200. അത് നമുക്ക് എടുക്കാടി എല്ലാവർക്കും. കാണിക്കടി, നീ കാണിച്ചില്ലേ? പിടിച്ചിറങ്ങി അശ്വതി അങ്ങനെ ഇറങ്ങി. കാവ്യ എത്രയോ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുത്താലോ? ഇത് തരുമോ നമുക്ക്? ആ എടുത്തു തരുമോ? ഞാൻ കണ്ടു ഫോട്ടോ എടുക്കണത് നമ്മളെ. എല്ലാവർക്കാണ് നല്ല അയ്യോ നമ്മളിവിടെ നിന്നാ മതി. സ്റ്റോപ്പ് അവിടെ, സ്റ്റോപ്പ് അവിടെയാണ്. ഷൂ തന്നെ ഇട്ടിട്ട് വന്നത്. വാഗമൺ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പൈൻ വാലി ആണല്ലോ നമുക്ക് ഓർമ്മ വരിക. അപ്പോൾ ഞങ്ങളിതേ അടുത്തതായിട്ടുള്ള പോയിട്ടുള്ളത് പൈൻ വാലിയിലേക്കാണ് കേട്ടോ. പൈൻ വാലി ഇഷ്ടംപോലെ തവണ പോയിട്ടുണ്ടെങ്കിലും ഓരോ തവണ പോകുമ്പോഴും നമുക്ക് വേറെ വേറെ വൈബാണല്ലേ. അപ്പോൾ ഇതേ പൈൻ വാലിയുടെ ഇടയിൽ കൂടെ ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഒന്നും നന്നായൊന്നുമില്ല, എന്നാലും കുറേ അങ്ങോട്ട് എടുത്ത് വെച്ചു കേട്ടോ. പൈൻ വാലിയിൽ ഞങ്ങൾ കുറച്ചധികം സമയം നിന്നോ എന്ന് സംശയം. അവിടെ അധികം നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് പോരായിരുന്നു. ഞങ്ങൾ അടുത്ത സ്പോട്ട് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലാണ് കേട്ടോ. പൈൻ വാലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചത്. എല്ലാവർക്കും ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി. വെജിറ്റബിൾ വേണമെങ്കിൽ വെജിറ്റബിൾ അങ്ങനെ കഴിച്ച് ഞങ്ങൾ ദേ വയ്യാണ്ടായി. ഫുഡ് കഴിച്ചപ്പോഴേക്കും ക്ഷീണമായി. അങ്ങനെ കഴിച്ചതേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് അഡ്വഞ്ചർ പാർക്കിൽ പോവാം. ഇതിൽ കയറണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ കണ്ടില്ലേ, നേരിട്ട് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. എന്ത് പെട്ടെന്ന് 1 സെക്കൻഡിലാണ് ആ പൊന്നണത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ടുന്നവരെല്ലാവരും പേടിച്ചു. എന്നിട്ട് എല്ലാവരും പറയണ്ടേ എന്തെങ്കിലും തലയ്ക്കാസുള്ളവരാണെന്നിൽ കയറുകയെന്നൊക്കെ. അത് കഴിഞ്ഞതേ പിന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാനാണ് ഞങ്ങൾ ഈ അഡ്വഞ്ചർ പാർക്കിലേക്ക് വന്നത്. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് മെയിൻ്റനൻസ് ആയ കാരണം ക്ലോസ് ചെയ്തേക്കായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ ഉപകാരമായി എന്ന് പറയാൻ പറ്റി. ഞങ്ങൾക്ക് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ പാക്കേജിലുള്ള ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പൈസ കൊണ്ട് ഞങ്ങൾക്ക് പരുന്തുംപാറ ജീപ്പ് ട്രക്കിങ്ങിനൊക്കെ പോകാൻ പറ്റി. അപ്പോൾ അത് അടിപൊളി വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞു അഡ്വഞ്ചർ പാർക്കിൽ വേറെ റൈഡ്സിലൊന്നും കയറാൻ പോയില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താലാണ് നമുക്ക് റൈഡ്സിലൊക്കെ കയറാൻ പറ്റുള്ളൂ. അവർ ഈ പാക്കേജിൽ ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമാണ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അഡ്വഞ്ചർ പാർക്കിൽ ഞങ്ങൾ ഒന്നും അങ്ങനെ സ്പെൻഡ് ചെയ്തിരുന്നില്ല. വേഗം അവിടുന്ന് പോന്നു കേട്ടോ. പിന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് റൈഡിലൊക്കെ കയറാം. പക്ഷേ ഞങ്ങൾ സമയം കളയാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇതേ ഗാർഡനിലേക്കാണ് വന്നത്. ഗാർഡൻ അത് സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എന്തോരം
എല്ലാത്തിനും ഫ്ലവേഴ്സാണ്. പിന്നെ അതുകൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കണതും പിന്നെ എന്താ പറയുക അവിടെ ഉള്ള അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റും ഒക്കെ ഒരു അടിപൊളിയായിരുന്നു. മിസ്സിനാണെന്നുണ്ടെങ്കിലുള്ള ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഭയങ്കര ആക്രാന്തായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ പോയി ഞങ്ങളിതേ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. എത്ര എടുത്താലും പിന്നെ മതിയാവില്ലല്ലോ. എൻ്റെ ഫോൺ തന്നെ ഹാങ്ങായി ഈ ഒരു ട്രിപ്പോടുകൂടി. എന്താ ചവറ് പോലൊക്കെ ഫോട്ടോസാണ്. ഒരു 10-2000 ഫോട്ടോസ് ഉണ്ടെന്നുകൊണ്ട് ഞങ്ങളൊരു 16 പേരാണ് പോയത് കേട്ടോ. എല്ലാവരും അവരുടേതായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ ട്രിപ്പിൻ്റെ, അതിലേക്ക് അങ്ങോട്ട് ഫോർവേഡ് ചെയ്തു. എൻ്റെ പൊന്നെ നമ്മുടെ ഫോണൊക്കെ അടിച്ച് പോകും, അത്രയ്ക്ക് സ്പേസ് വേണം കേട്ടോ. പിന്നെ അതേ കണ്ട ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ ശരിക്കും അപ്പുറത്ത് നിന്നായിരുന്നു ഫോട്ടോ എടുക്കേണ്ടത്. ഒരു സാരില്ല, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ആവാം. പിന്നെ ഐ ലവ് വാഗമൺ അല്ല വി ലവ് വാഗമൺ അവിടെ ചെന്ന് നമ്മൾ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കണമല്ലോ. അപ്പോൾ അവിടെയൊക്കെ കറങ്ങി നടക്കാം. എത്ര നട്ടുച്ചയ്ക്കാന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രസമാണ് ഇതിൽ കൂടെ നടക്കാൻ. പിന്നെ നമ്മുടെ പാക്കേജിൽ മുട്ടക്കുന്ന് ഉണ്ടായിരുന്നു. ഞങ്ങൾ മുട്ടക്കുന്ന് ഒഴിവാക്കിയതേ ഈ മുട്ടക്കുന്നിലേക്കാണ് വന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഗാർഡൻ സെറ്റപ്പിലുള്ള മുട്ടക്കുന്നിലാണ് ഞങ്ങൾ വന്ന് കിടന്നിട്ടാ. മുട്ടക്കുന്നൊക്കെ പോയ സമയം നമുക്ക് ഒരു ദിവസമല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് മുട്ടക്കുന്ന് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് ചൂസ് ചെയ്തത്. ഈ എന്താ പറയുക നല്ല തണവായിരുന്നു കേട്ടോ ആ സമയത്ത്. ഈ മലയുടെ മുകളിൽ ഇതിൻ്റെ തൊട്ടപ്പുറം ഇങ്ങനെ നല്ല മലകളും ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടാനൊക്കെ ഒരു വൈബ് വേറെ കാണാല്ലേ. ഈ സമയമാണോ ആയത് കൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പ്രൈവസി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വരേണ്ടത് ശരിക്കും രാത്രി സമയങ്ങളിലാണ്. അവിടെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് അവിടെ കാണാം കേട്ടോ. നമുക്ക് രാത്രി ആകുമ്പോൾ വരുമ്പോൾ ഇതിലും എന്താ രസമായിരിക്കുക. ഞങ്ങൾക്ക് പക്ഷേ ഉച്ചയ്ക്കാണ് വന്നത്. അപ്പോൾ രാത്രി വരാൻ പറ്റണവർ ഗാർഡനിലേക്ക് രാത്രി വരികയായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അതേമാതിരി തന്നെ പരുന്തുംപാറയും രാത്രി തന്നെയായിരുന്നു നല്ലത് അവിടെയും. അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലം കൂടി ഒരു സ്ഥലം എന്തായാലും മിസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ഗാർഡനാണ് ഗാർഡനിലെ നൈറ്റ് വൈബാണ് ഞങ്ങൾ മിസ് ചെയ്തിട്ട് പരുന്തുംപാറ പോയത് കേട്ടോ. ഗാർഡനിൽ കയറിയ ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമുക്ക് മതിയാവില്ല. അതേമാതിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലോ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. രാത്രി വന്നാൽ അടിപൊളി വൈബായിരിക്കും കേട്ടോ. അപ്പോൾ രാത്രി വരാൻ പറ്റണ ഒരു ഗാർഡനിലേക്ക് പോയിക്കോട്ടോ. അപ്പോൾ അവിടെയൊക്കെ വെച്ച് ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ ഫോട്ടോസ് നടന്ന ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് ഫുള്ള് ആന്തൂറിയത്തിൻ്റെ ചെടികളാണ് കേട്ടോ. എന്തോരം ഏരിയയിലാണെന്നറിയോ ഈ ആന്തൂറിയം വെച്ച് പിടിപ്പിച്ചേക്കണേ. അങ്ങനെ ഫ്ലവർ ഗാർഡനിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി അടുത്തത് നമ്മുടെ പരുന്തുംപാറയിലാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും നല്ല തണവായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കോട്ടൊക്കെ എടുത്തിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ട്രെക്കിങ്ങിന് തന്നെ പോവാം അല്ലേ. ഒരു സന്ധ്യ നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല ട്രെക്കിങ്. ഇപ്പോഴും അത് മിസ് ചെയ്യായിരുന്നു കേട്ടോ. അടിപൊളി. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ആ ഫീലിംഗ്. നമ്മൾ ട്രെക്കിങ്ങിന് ആരംഭിച്ചിരിക്കുകയാണ്. വന്നേക്കണ കേട്ടോ. കഴുത്തുളുക്കിയിട്ട് നീര് വന്നിരിക്കണ ആളാണ്. എന്നാലും ഇതിനും ഒരു കുറവും പറ്റില്ല. ഞങ്ങൾ ട്രക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെടലിയുടെ സാധനമൊക്കെ കഴുത്തുളുക്കാണ്ടിരിക്കാൻ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ട് പോവാൻ
പരുന്തുംപാറ പൊളിച്ചു. നമ്മുടെ മണിച്ചേട്ടൻ്റെ പാട്ടും ആ അറ്റ്മോസ്ഫിയറും നല്ല പോസിറ്റീവ് വൈബും എനർജിയും ഒക്കെ അടിച്ച് പൊളിച്ചു ഞങ്ങൾ പരുന്തുംപാറയിൽ കേട്ടോ. അപ്പം ഞങ്ങളിതേ ഇങ്ങനെ നമ്മുടെ വണ്ടിച്ചേട്ടന്മാരൊക്കെ പാട്ടൊക്കെ വെച്ച് വന്ന് ഞങ്ങൾ കുറേ നേരം ഡാൻസ് കളിച്ചിരുന്നു. അവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, അത്ര നല്ല രസമായിരുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ പരുന്തുംപാറ പോകണ്ടെങ്കിൽ ട്രക്കിങ്ങിന് എന്തായാലും പോയിക്കോളൂ കേട്ടോ. എത്ര കാശാണെങ്കിലും പോയിക്കോളൂ, എന്തായാലും നമുക്ക് മുതലാവും. അത്ര നല്ല വൈബാണ് കേട്ടോ. മുകളിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇതേമാതിരി പാട്ടൊക്കെ വെച്ച് ഇതേമാതിരി നമ്മൾ എൻജോയ് ചെയ്യണം. അല്ലാണ്ട് വെറുതെ അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എൻജോയ് ചെയ്യാൻ തയ്യാറായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ പരുന്തുംപാറ. അയ്യോ പാട്ട് കുറച്ച് അങ്ങനെ അടിപൊളി ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ദേ ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുന്ന് ചായയും പഴംപൊരിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ദേ പിന്നെ ഞങ്ങൾ കുറച്ച് നൂഡിൽസും ഒക്കെ കഴിച്ചു കേട്ടോ. എനിക്ക് കിട്ടിയില്ലേ അവിടെ വെക്കണേ. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ വയറ്റിൽ കൊക്കപ്പുഴാന്ന് തോന്നുന്നുണ്ട്. ഞങ്ങക്ക് എന്തിനാ സ്ഥലം ഉണ്ടായിരിക്കും. അപ്പൊ നീ എന്തിനാ കഴിക്കണേ? ഭക്ഷണം കഴിക്കണം. ഞാൻ അങ്ങനെ അവിടെ നിന്ന് ചായയും കുറച്ച് സ്നാക്സും ഒക്കെ കഴിച്ച് കുറച്ച് പർച്ചേസിങ്ങും നടത്തി ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇനി കുറച്ച് റീൽസൊക്കെ ആവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് റീൽസും പിന്നെ അത് കഴിഞ്ഞ് ഡാൻസ് അങ്ങോട്ട് തുടങ്ങി. ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഫുൾ ഡാൻസ് അങ്ങോട്ട് തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാനും കയറിയിട്ടോ. ഡിന്നറായിട്ട് ഒരു തറവാട് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. സ്ഥലമൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ പാക്കേജിലുള്ള കാരണം നമ്മളതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അവർ തന്നെ ഡീൽ ചെയ്തോളും. അപ്പം ഞങ്ങൾ മേടിച്ചത് ബട്ടർ ചിക്കനും പൊറോട്ടയൊക്കെ ആയിരുന്നു കേട്ടോ. ബട്ടർ ചിക്കനൊക്കെ കുറേ ക്വാണ്ടിറ്റി ഉള്ള കാരണം കുറേ ഇതൊന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മിസ്സിൻ്റെ അവിടുത്തെ പാഴ്സൽ ചെയ്തു വാങ്ങിച്ചു കേട്ടോ. കുറച്ച് കൂടുതലുണ്ടായിരുന്നു ക്വാണ്ടിറ്റി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബട്ടർ ചിക്കനും പൊറോട്ടയൊക്കെ കഴിച്ച് നേരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബസ്സിൽ കയറി പിന്നെ അങ്ങോട്ട് തകർക്കുക തന്നെ. ഇനി വീട്ടിലെത്തണ വരെ നമ്മൾ ഡാൻസിലാണ് ഗേയ്സ്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് വിഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ട്രിപ്പ് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ഗാനമേളയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വണ്ടിക്കാർ ഓടിയില്ല എന്നുള്ളൂ. ഞങ്ങൾ അത്ര നല്ല ഗാനമേളയും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൈ ദ വൈ ഞങ്ങളുടെ ട്രിപ്പ് അറേഞ്ച് ചെയ്തത് നമ്മുടെ ദിവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ് സെൻറ്ററിൽ നിന്നാണ് കേട്ടോ. അപ്പം ഞങ്ങളവിടെ പഠിച്ചു കഴിഞ്ഞ ബാച്ചാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ട്രിപ്പിനൊക്കെ റെഡിയാണ്. അപ്പം മിസ്സ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇപ്പോഴത്തെ ബാച്ചിലെ പിള്ളേരും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ ഒരേ വൈബോട് കൂടിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നത്. ഇത് ഞങ്ങളുടെ പാക്കേജറായിരുന്നു, പിന്നെ ഡ്രൈവറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി സർവീസായിരുന്നു കേട്ടോ. പാക്കേജിൻ്റെ പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി. ഇനി ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്തോളൂ. പാക്കേജിൻ്റെ പേര് അടിപൊളി പാക്കേജൊക്കെ ആയിരുന്നു. നല്ല
ഇതായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു ഡിഫക്റ്റായിട്ട് തോന്നിയത് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാര്യം അവർ നേരത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് ഉണ്ടാക്കിയത്. കാരണം ഞങ്ങളത് ക്ഷമിച്ചിരിക്കുന്നു. അപ്പം ഞങ്ങളിതേ പരുന്തുംപാറയായിരുന്നു ഞങ്ങളുടെ അടിപൊളി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ ആ ഗാർഡനും, അത് രണ്ടും മിസ്സാക്കരുത്. അപ്പോൾ വാഗമണിൽ വൺ ഡേ ട്രിപ്പ് പോണവർ പരുന്തുംപാറ ട്രക്കിങ് ഒഴിവാക്കരുത്. പിന്നെ നമ്മുടെ വാഗമണിലെ ഗാർഡൻ, പിന്നെ അഡ്വഞ്ചർ പാർക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല, നമ്മൾ പൈസ കൂടുതൽ ചിലവാകും. പിന്നെ മൊട്ടക്കുന്ന് ഞങ്ങൾ ഒഴിവാക്കിയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പൈൻ വാലിയും കുഴപ്പമില്ല, നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ പോണതാണ്. പക്ഷേ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് പോരാവുന്നതേ ഉള്ളൂ പൈൻ വാലി. അങ്ങനെ ഞങ്ങളുടെ വാഗമൺ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അടിപൊളി ഡാൻസോടൊക്കെ കൂടി ഞങ്ങൾ തകർക്കുകയാണ്, കഴിയാറായി എൻ്റെ വിഷമത്തിൽ കേട്ടോ. അങ്ങനെ കുറേ ഡാൻസും കുറേ എൻജോയ്മെൻറ്റും കുറേ ചിരിച്ച് ഹാപ്പി ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിരിയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ, വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്തോളൂ. അപ്പം ഞങ്ങൾ പോട്ടെ, ടാറ്റ, ബൈ ബൈ, സീ യു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ.